നയനക്ക് എന്നെ ഇഷ്ടായോ? തൻ്റെ മുന്നിലിരിക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയെ നോക്കി ഹരി ചോദിച്ചു. ഹരിക്ക് എന്നെ ഇഷ്ടായെങ്കിൽ എനിക്കും ഇഷ്ടമാണ്, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഹരി ടേബിളിലിരുന്ന കോഫി ചുണ്ടോട് ചേർത്തു. വലിയ വക്കീലിൻ്റെ മകളാണെന്ന അഹങ്കാരം നല്ലോണമുണ്ട്, അവൻ മനസ്സിലോർത്തു. അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ കാണാൻ വന്നത്. ഞാനിപ്പോൾ മാരേജിന് ഒട്ടും പ്രിപ്പയർഡ് അല്ല. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഒരിക്കൽ കല്യാണ വേഷത്തിൽ ചെന്ന് നാണം കെട്ടതാണ്. അറിയാം ഹരി, എന്തായാലും ഞാൻ ആ ടൈപ്പല്ല. എൻ്റെ പപ്പ പറഞ്ഞതുകൊണ്ടാണ് ഹരിയെ വന്ന് മീറ്റ് ചെയ്തത്. ദത്തനെങ്കിൽ എൻ്റെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കോഫി കുടിക്കുന്നതിനിടയിൽ നയന പറഞ്ഞു. അറിയാം, ഹരി അലസമായി പറഞ്ഞു. നയനെ ഹരി സൂക്ഷിച്ചു നോക്കി. ഹരിക്ക് ബ്രദറുണ്ടോ? അനിയനോ ഏട്ടനോ അങ്ങനെ ആരേലും? അവൾ സംശയത്തോടെ ചോദിച്ചു. ഹരി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. അച്ഛനെ അറിയാമെങ്കിൽ അച്ഛൻ്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചും അറിയുമായിരിക്കുമല്ലോ. അറിയാം, അതുകൊണ്ടാണ് ചോദിച്ചത്. ഹരിയെപ്പറ്റി കുറേ സംസാരിച്ചു. അച്ഛനെപ്പറ്റിയും മരിച്ചുപോയ അമ്മയെപ്പറ്റിയും ജോലിയെപ്പറ്റിയും പറ്റിച്ചിട്ട് പോയ കാമുകിയെപ്പറ്റിയും. പക്ഷേ ബദ്രിയെക്കുറിച്ച് പറയുന്നത് മാത്രം കേട്ടില്ല. അവൾ പറഞ്ഞത് കേട്ട് ഹരി അമ്പരന്നു. ബദ്രി? അവനെ അറിയോ? അവൻ്റെ ശബ്ദം താഴ്ന്നു. ഞാനും ബദ്രിയും ഒരുമിച്ച് പഠിച്ചവരാണ്. മാത്രമല്ല VM കോളേജിൽ പഠിച്ച ആർക്കാണ് ബദ്രിയെ അറിയാത്തത്? അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി. ഹരിയുടെ മുഖം ഇരുണ്ടു. സഖാവ് ബദ്രി, ഞാൻ കുറേ പിന്നാലെ നടന്നിട്ടുണ്ട്. ഇഷ്ടം കൊണ്ടാണോ ആരാധന കൊണ്ടാണോ അറിയില്ല. ഹരിക്ക് ഒന്നും തോന്നരുത്, ഞാനെല്ലാം ഓപ്പണായി പറയുന്ന ആളാണ്. അവളൊരു ചമ്മിയെ ചിരിച്ചിരിച്ചു. ഹരിക്ക് അതൊട്ടും ഇഷ്ടമായില്ല. അവനൊന്ന് അമർത്തി മൂളി. ഹരിയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. വേണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുഖം നോക്കി പറഞ്ഞോളൂ, നോ പ്രോബ്ലം. അവൾ കൂളായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ല, ഞാനിങ്ങനെ പറഞ്ഞ് ഇനി എന്നെയും ഭദ്രയും കാണുമ്പോൾ നിന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ വരും. നീ തെറ്റിദ്ധരിക്കും. ആൻഡ് പിന്നെ പറയണ്ടല്ലോ. ഹരി ഉള്ളിൽ ദേഷ്യം നിറച്ചവളെ നോക്കി. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഞാനും 100% സിൻസിയറായിരിക്കും ഹരി. ഓക്കെ നായന, ഞാൻ അച്ഛനോട് പറയാം, ബാക്കി അവർ തീരുമാനിക്കട്ടെ. ഹരി എഴുന്നേറ്റു. എന്നാ ഹരി പൊക്കോളൂ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരും. അവൾ അവിടെ തന്നെ ഇരുന്നു. ഹരി ഒന്ന് തലയാട്ടിക്കൊണ്ട് പോയി. കാറിലേക്ക് കയറുമ്പോൾ അവൻ്റെ ഫോൺ റിങ് ചെയ്തു. ദത്തനാണ്. ഹലോ അച്ഛാ. കുട്ടാ, നീ കണ്ടോ ആ കുട്ടിയെ? കണ്ടു, അവൻ അലസമായി പറഞ്ഞു. എന്നിട്ട് ഇഷ്ടായോ നിനക്ക്? ദത്തൻ പ്രതീക്ഷയോടെ ചോദിച്ചു. ഇഷ്ടായി. ഹാവൂ, പിന്നെ ബദ്രി, അവൻ പോയി. അത് കേട്ട് ഹരി ദേഷ്യത്തിൽ കാറിൻ്റെ ഡോർ അടച്ചു. പോയോ? എപ്പോ? അവൻ ഉണർന്നത് ആരും കണ്ടില്ലേ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. കണ്ടു. എന്തേലും ആകട്ടെ, പിന്നെ അവനെ കുത്തിയത് ആരാന്ന് നിനക്കറിയോ? ദത്തൻ ചോദിച്ചു. ആവോ, എനിക്കറിയില്ല. അവൻ അതും പറഞ്ഞു ഫോൺ കട്ടാക്കി. ബദ്രി, അവൻ ദേഷ്യത്തിൽ ഉരുവിട്ടു. കണ്ണ, ഒരു ഗ്ലാസ് അങ്ങ് പിടിപ്പിക്കുന്നേ, ആ വേദന അങ്ങ് മാറട്ടെ. ശങ്കർ മദ്യം ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് ബദ്രിക്ക് നീട്ടി. ബദ്രി അവനെ ഒന്ന് ഇടഞ്ഞു നോക്കി. ഇവൻ്റെ നോട്ടം കണ്ടാത്തൊന്നും ഞാൻ ഇവനെന്തോ വിഷമാണ് കൊടുക്കുന്നതെന്ന്. അവൻ്റെ ഒരു നോട്ടം. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടട്ടാ, ഞാൻ കുടിച്ചോളാം. ഇപ്പോഴൊക്കെ ഇത് പറ്റൂ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ മറുത എന്നെക്കൊണ്ട് ഇത് തൊടിയിക്കില്ല. ശങ്കർ ആ ഗ്ലാസ് വായിലേക്ക് കമിഴ്ത്തി. രാത്രി എല്ലാവരും കൂടെ ഉമ്മറത്തിരിക്കുകയാണ്. അച്ചു ക്ഷീണം കൊണ്ട് ബദ്രിയുടെ മടിയിൽ കിടന്നുറങ്ങിയിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ മുടിയിഴകളെ തലോടിക്കൊണ്ടിരുന്നു. പതിവില്ലാതെ അപ്പു ബദ്രിയുടെ തോളിൽ ചാരി കിടക്കുവാണ്. ഇച്ചു രാമച്ചൻ്റെ അടുത്ത് ഒന്നും മിണ്ടാതിരിക്കുവാണ്. അവൻ ഒന്നിനും കൂടുന്നില്ല. ബദ്രി ഒന്നും ചോദിക്കാത്തതും ദേഷ്യപ്പെടാത്തതും ആരോടും പറയാഞ്ഞതും അവനെ വല്ലാതെ വിഷമത്തിലാക്കി. സാധാരണ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ അവനാണ് കുപ്പി പൊട്ടിക്കുന്നതും എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുന്നതുമെല്ലാം. രാമച്ചൻ അവനെയും ബദ്രിയെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇച്ചു, നൈഷു വീട്ടിൽ ഒറ്റക്കാണോ? ഇടക്ക് രാമച്ചൻ ചോദിച്ചു. അല്ല, അടുത്ത വീട്ടിലെ ചേച്ചിയുണ്ട് അവൾക്ക് കൂട്ടിന്. ആ ചേച്ചി നല്ല സഹായമാണ്. ബദ്രി അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ലായിരുന്നു. അച്ചു, അച്ചുട്ടി എഴുന്നേൽക്ക്. ബദ്രി മടിയിൽ കിടന്നവളെ തട്ടി വിളിച്ചു. കിണ്ണ, ഇച്ചിരി കൂടെ. അവൾ കണ്ണ് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. റൂമിൽ ചെന്ന് കിടക്കാം, നല്ല തണുപ്പുണ്ട്, എഴുന്നേൽക്ക്. അപ്പു, നിന്നോടും കൂടാ. ബദ്രി തോളനക്കി. അപ്പുവും എഴുന്നേറ്റു. ഞങ്ങൾ പോയി കിടക്കട്ടെ, നിങ്ങൾ എന്താച്ചാ ആയിക്കോ. ബദ്രി അച്ചുവിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. അച്ചു ബെഡിൽ ചെന്ന് കിടന്നു. ബദ്രി അവളെ പുതച്ചു കൊടുത്തു. കണ്ണേട്ടാ. ബാത്റൂമിൽ നിന്നിറങ്ങി വന്ന് കിടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് വാതിൽക്കൽ നിന്ന് അപ്പുവിൻ്റെ വിളി കേട്ടത്. എന്താടാ? ഞാൻ ഇന്ന് ഇവിടെ കിടന്നോട്ടെ കണ്ണേട്ടാ? അവൻ തല ചൊറിഞ്ഞുകൊണ്ട് ചോദിച്ചു. കയറി വാ. ബദ്രി അവനെ അകത്തേക്ക് വിളിച്ചു. അപ്പു സന്തോഷത്തോടെ അകത്തേക്ക് കയറി വന്നു.
ബദ്രി അച്ചുവിൻ്റെ അടുത്ത് ചെന്ന് കിടന്നു. അപ്പു കയ്യിലുള്ള ഷീറ്റ് താഴെ വിരിക്കാൻ ഒരുങ്ങും. ഡാ, ഇവിടെ വന്ന് കിടക്കടാ, ബദ്രി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. അപ്പു മടിയോടെ അവൻ്റെ അടുത്ത് കിടക്കുന്ന അച്ചുവിനെ നോക്കി. ഇവിടെ വന്ന് കിടക്കാൻ ഒന്നുകൂടെ പറഞ്ഞതും അവൻ്റെ ഇടതുവശത്ത് ചെന്ന് കിടന്നു. ബദ്രി രണ്ടുപേരുടെയും നടുവിലാണ്. അപ്പു ചെരിഞ്ഞു കിടന്ന് കണ്ണടച്ച് കിടക്കുന്ന ബദ്രിയെ നോക്കി. കണ്ണേട്ടന് എന്തേലും പറ്റിയ എനിക്കും അച്ചുമക്കും പിന്നെ ആരാ ഉള്ളത്? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് ബദ്രി കണ്ണ് വലിച്ചു തുറന്നു. അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. എന്താ? കണ്ണേട്ടൻ എല്ലാവരുടെയും കാര്യം നോക്കുന്നത് കൊണ്ടാ ഇത്രയും ശത്രുക്കൾ. എല്ലാവരെയും സഹായിക്കും, പക്ഷേ കണ്ണേട്ടനെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. കണ്ണേട്ടന് വല്ലതും പറ്റിയ ഞാനും അച്ചുമ്മയും ഒറ്റക്കാവില്ലേ? ബദ്രി അവന് നേരെ തിരിഞ്ഞു കിടന്നു. നിറഞ്ഞു വന്ന അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എന്തു പറ്റിയടാ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പെട്ടെന്ന് അവൻ ബദ്രിയെ ചുറ്റിപ്പിടിച്ചു. എനിക്ക് പേടിയാവാ കണ്ണേട്ട, ഞങ്ങൾക്ക് കണ്ണേട്ടനല്ലേ ഉള്ളൂ. കണ്ണേട്ടന് എന്തും പറ്റിയ പിന്നെ ഞങ്ങൾക്ക് സഹിക്കില്ല. കഴിഞ്ഞ 4 ദിവസം ഞാനും അച്ചുമ്മയും ശരിക്കും അനാഥരെ പോലെ ആയിരുന്നു. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കണ്ണേട്ടനുള്ളതുപോലെ ആവില്ലല്ലോ. ഇനി ഒന്നിനും പോകണ്ട കണ്ണേട്ട, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ബദ്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം ചുണ്ടിൽ പുഞ്ചിരിയും വിരിഞ്ഞു. മുഖം താഴ്ത്തി അവൻ്റെ തലമുടിയിൽ ഉമ്മ വെച്ചു. കരയാതെടാ, എനിക്കും നിങ്ങൾ രണ്ടുപേരുമല്ലേ ഉള്ളൂ. ദേ, ഞാനില്ലാത്തപ്പോൾ അച്ചുവിനെ നോക്കേണ്ടത് നീയാണ്. സ്ട്രോങ് ആയി നിൽക്കണം. പിന്നെ അറിയാലോ, നമ്മുടെ പാറുക്കുട്ടി, നിന്റെ പാറുക്കുട്ടി, അവളെ നീ തന്നെ നോക്കണം. എന്നിട്ടാണോ മോങ്ങുന്നത്? അപ്പു അവൻ പറയുന്നത് കേട്ട് അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നു. ഉറങ്ങിക്കോ, നമുക്ക് നാളെ വീട്ടിലേക്ക് പോകാം. 4 ദിവസമായില്ലേ, നിനക്ക് അത്യാവശ്യം അടിച്ചു വരാനുണ്ടാവും. ബദ്രി അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതാണ് എനിക്ക് പിടിക്കാത്തത്. പഠിക്കുകയും വേണം, പണിയെടുക്കുകയും വേണം. നിങ്ങൾക്ക് കണ്ണിച്ചോരയില്ലേ മനുഷ്യ? അപ്പു കെറിവിച്ചുകൊണ്ട് മുഖമുയർത്തി. പറഞ്ഞതങ്ങ് കേട്ടാ മതി, കിടന്നുറങ്ങിടലുട്ടാപ്പി. അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ബദ്രി തിരിഞ്ഞു കിടന്ന് അച്ചുവിനെ കെട്ടിപ്പിടിച്ചു. അപ്പു അവനെയും കെട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു. പിറ്റേന്ന് തന്നെ ബദ്രി അപ്പുവിനെയും അച്ചുവിനെയും കൂട്ടി വീട്ടിലേക്ക് പോയി. പോകുന്നതിന് രാമച്ചന് വിഷമമുണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അച്ചുവിനും അപ്പുവിനും അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലെന്ന് അറിയുന്നതുകൊണ്ട് അവൻ രാമച്ചൻ്റെ പരിഭവം കണ്ടില്ലെന്ന് നടിച്ചു. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. ഇതിനിടക്ക് ഹരിയുടെ കല്യാണം ഉറപ്പിച്ച കാര്യം അവൻ അറിഞ്ഞു. ദത്തൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മകളാണ് എന്ന് മാത്രം അറിഞ്ഞു. ഹരി സസ്പെൻഷനിലായതുകൊണ്ട് പിന്നെ ബദ്രിയുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. മോഹനെയും കാണാഞ്ഞതിൽ അവൻ ഉള്ളിൽ ഒരു ടെൻഷനുണ്ടായിരുന്നു. അപ്പു സ്കൂളിൽ നിന്ന് വരുമ്പോൾ കണ്ടത് അച്ചുവിൻ്റെ മടിയിൽ കിടക്കുന്ന ബദ്രിയെയാണ്. അവൻ ബാഗ് ഊരി നിലത്തേക്കിട്ട് അവർക്കടുത്തേക്ക് ചെന്നിരുന്നു. അച്ചു മാങ്ങ തിന്നുന്ന തിരക്കിലാണ്. ബദ്രി കുഞ്ഞിനോട് സംസാരിക്കുകയും. അച്ചുമ്മ, ഇത് നോക്ക്. അപ്പു കയ്യിലുള്ള പൊതി അവൾക്ക് തുറന്നു കാട്ടി. ഹായ്, മിഠായി. കയ്യിലുണ്ടായിരുന്ന മാങ്ങ വലിച്ചെറിഞ്ഞവൾ അവൻ്റെ കയ്യിൽ നിന്ന് പൊതി വാങ്ങി. നിറയെ തേമിഠായി. അച്ചുവിൻ്റെ വായിൽ വെള്ളം മൂറി. അവൾ ഒന്നെടുത്ത് അവന് കൊടുത്തു. ബദ്രി എഴുന്നേറ്റിരുന്നു. എനിക്കില്ലേ? ബദ്രി കുറുമ്പോടെ ചോദിച്ചു. അവളൊരു മിഠായി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. നീ ഇന്ന് കളിക്കാൻ പോണില്ലേ? ബദ്രി അപ്പുവിനോട് ചോദിച്ചു. ഇല്ല, അപ്പു അച്ചുവിനെ നോക്കി പറഞ്ഞു. ഇതിപ്പോൾ പതിവാണ്. സ്കൂൾ വിട്ടു വന്നാൽ പിന്നെ അവൻ അച്ചുവിനെ ചുറ്റിപ്പറ്റിയാണ് നടപ്പ്. അവൾക്ക് ചാമ്പയ്ക്കയും മാങ്ങയും പറിച്ചു കൊടുക്കും. മുറ്റത്ത് കൈപിടിച്ച് നടത്തലും അതൊക്കെയാണ് അവൻ്റെ പണി. അച്ചൂട്ടാ. എന്തോ? ചുണ്ടിലൂടെ ഒലിച്ചിറങ്ങിയ തേൻ നാവുകൊണ്ട് നുണഞ്ഞെടുത്തവൾ വിളി കേട്ടു. അച്ചുവിന് പാറുകുട്ടിയാണോ ഉണ്ണിക്കുട്ടനെയാണോ ഇഷ്ടം? അവൻ വീണ്ടും അവളുടെ മടിയിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. രണ്ടാളെയും അച്ചുവിന് നല്ല ഇഷ്ടമാണ്. പക്ഷേ അച്ചുവിന് പാറുക്കുട്ടിയെ മതിയിട്ടോ കിന്ന. അപ്പൂട്ടനും പാറുക്കുട്ടിയാണ് ഇഷ്ടം അല്ലേ അപ്പൂട്ട? അച്ചു അവളുടെ വയറിൽ തലോടിക്കൊണ്ട് അപ്പൂനെ നോക്കി. അവൻ ചിരിയോടെ തലയാട്ടി. ഈ പാറുക്കുട്ടി എന്താ കിണ്ണ വരാത്തേ? അച്ചു തോനെ ചോറ് തിന്നുന്നുണ്ടല്ലോ, മരുന്നും കഴിക്കുന്നുണ്ടല്ലോ, ഓടിക്കളിക്കാറുമില്ല. അച്ചു വയറിലേക്ക് ചൂണ്ടി ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ബദ്രി ചിരിയോടെ അവളുടെ വയറിൽ ചുംബിച്ചു. വരും അച്ചൂട്ടാ, പാറുക്കുട്ടി കുറേ ദിവസം കഴിഞ്ഞാൽ വരും കേട്ടോ. വന്നിട്ട് വേണം അച്ചുവിന് കളിക്കാൻ പോകാൻ. അവൾ നിശ്വസിച്ചുകൊണ്ട് പാടത്ത് കളിക്കുന്ന കൂട്ടുകാരെ നോക്കി. ഞാൻ ഇപ്പോൾ വരാം, രണ്ടുപേരും ഇവിടെ ഇരിക്ക്. ബദ്രി എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. അച്ചു മിഠായി തിന്നതിൽ ശ്രദ്ധ കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞതും ഇരുന്നിടത്ത് തന്നെ ഛർദ്ദിച്ചു കളഞ്ഞു. അവൾ കണ്ണു നിറച്ച് അപ്പൂനെ നോക്കി. അവൻ വേഗം ചെന്ന് വെള്ളമെടുത്തു കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു. അവളുടെ പുറം ഉഴിഞ്ഞു കൊടുത്തു. സാരല്ല ഏട്ടാ അച്ചുമ്മ, പാറുക്കുട്ടി വന്നാൽ ഒക്കെ മാറും. അപ്പു അവളെ തലോടി സമാധാനിപ്പിച്ചു. കണ്ണേട്ട, ശങ്കറിനും ഇച്ചക്കയും വന്നിട്ടുണ്ട്. കുറച്ച് ദിവസത്തെ ലീവിന് ശേഷം കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് പുറത്തുനിന്ന് അപ്പു വിളിച്ചു പറഞ്ഞത്. ബദ്രി മറുപടി കൊടുക്കാതെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടു.
ബെഡിൽ കിടക്കുന്ന അച്ചുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു. രാവിലെ ചായ കുടിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു കളഞ്ഞു. അതിൻ്റെ ക്ഷീണത്തിൽ കിടക്കുവാണ്. ബദ്രി അലിവോടെ അവളുടെ നെറുകയിൽ തലോടി. ഒരു ചുംബനം കൊടുത്ത് തിരിഞ്ഞപ്പോൾ കണ്ടു പുറകിൽ ഇച്ചു. എന്താ ഇനി പുറകിൽ നിന്ന് കുത്തൻ പ്ലാനുണ്ടോ? ബദ്രി അവനെ നോക്കി പുച്ഛിച്ചോണ്ട് ചോദിച്ചു. ഇച്ചു മുഖം താഴ്ത്തി. ചത്തിട്ടില്ല, കൊല്ലാൻ വല്ല പ്ലാനും ഉണ്ടോ? കണ്ണാ ഞാൻ ബാക്കി പറയാൻ അനുവദിക്കാതെ ബദ്രി അവനെ തടഞ്ഞു. ഒന്നും പറയണ്ട, വേഗം പോകാൻ നോക്ക് പ്ലീസ്. ബദ്രി അവനിൽ നിന്നും മുഖം തിരിച്ചു. തെറ്റ് പറ്റിപ്പോയടാ. ഇച്ചു മുഖം പൊത്തി കരഞ്ഞു. തെറ്റ് പറ്റിയത് എനിക്കടാ, നിനക്കല്ല. നിന്നെയൊക്കെ സ്നേഹിച്ചതിന്, കൂടെ കൊണ്ട് നടന്നതിന്, എന്തിനും കൂടെ നിന്നതിന്, എല്ലാത്തിനും കിട്ടി, സന്തോഷമായി. ഞാൻ വല്ലതും ചെയ്തു പോകും. എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ നോക്ക്. എനിക്ക് നിന്റെ ഒരു ന്യായീകരണവും കേൾക്കണ്ട. ബദ്രി വെറുപ്പോടെ മുഖം തിരിച്ചു. വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവന്. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്നിട്ട് ചതിച്ചലോടാ നീ. ഇച്ചുവിന് ഒന്നും കേട്ടു നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൻ നിരാശയോടെ തിരിഞ്ഞു നടന്നതും വാതിൽക്കൽ വലിഞ്ഞു മുറുകിയ മുഖവുമായി ശങ്കർ നിൽക്കുന്നുണ്ടായിരുന്നു. ഇച്ചു തല താഴ്ത്തി. ശങ്കർ പാഞ്ഞു വന്ന് അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. എന്താടാ, എന്താ ഞാനിപ്പോൾ കേട്ടത്? നീയാണോ ഇവനെ കുത്തിയത്? മുറുകിയ ശബ്ദത്തോടെ അവൻ ചോദിച്ചു. ഇച്ചു ഒന്നും മിണ്ടിയില്ല. പറ, നീയാണോ? ഇത്തവണ ശബ്ദമുയർന്നു. അതെ, ഞാനാണ്. ഇച്ചു ഉറക്കെ തന്നെ പറഞ്ഞു. ശങ്കർ വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നുപോയി. ബദ്രി മറ്റെങ്ങോ നോക്കി നിൽക്കുവാണ്. പറ്റിപ്പോയടാ. ആ ഹരി, അവൻ എൻ്റെ നൈശുവിനെ കുറേ നാളായി എതിർത്ത് നടന്നു. പക്ഷേ ഒരു കത്തിക്ക് മുന്നിൽ അവളെ നിർത്തിയിട്ട് ഇവനെ... ബാക്കി പറയാൻ കഴിയാതെ അവൻ വിതുമ്പി തലമുടിയിൽ കോർത്തു വലിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെയായിപ്പോയി. നൈഷുവും കുഞ്ഞും മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. സ്വാർത്ഥനായിപ്പോയി ഞാൻ. ഇവനെ കുത്തണമെന്ന് കരുതിയതല്ല ഞാൻ. അന്ന് ഇവന് വേണ്ടി ട്രാപ്പ് ഒരുക്കിയപ്പോഴും മനസ്സിൽ ഇവനോട് കാര്യങ്ങളെല്ലാം പറയണമെന്നായിരുന്നു. കുത്തണമെന്ന് വിചാരിച്ചതല്ല. അവൻ തലക്ക് കൈകൊടുത്ത് ചുമരിൽ ചാടി നിന്നു. ശങ്കർ അപ്പോഴും ദേഷ്യത്തിലായിരുന്നു. ഇവനെ അവർ അടിച്ചപ്പോൾ രക്ഷിക്കാൻ വന്നതാ ഞാൻ. പക്ഷേ ആ നിമിഷം ഫോണിൽ വന്ന ഹരിയുടെ കോൾ, നൈഷുവിൻ്റെ കരച്ചിൽ എല്ലാം കൂടെ എന്നെ ഭ്രാന്തി പിടിപ്പിച്ചു. പറ്റിപ്പോയി. കൊല്ലാനായിരുന്നേ ഞാൻ ഇവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുവോ? കത്തി ആഴത്തിൽ കുത്തി ഇറക്കില്ലായിരുന്നു. ഒരു ഭാഗത്ത് കത്തിമുനയിൽ ഭാര്യയും അവരുടെ വയറ്റിൽ വളരുന്ന ഞങ്ങളുടെ കുഞ്ഞും, മറുവശത്ത് ഇവനും. മനസ്സ് പതറിപ്പോയി. ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ കുറ്റബോധം കൊണ്ട് നീറി. ശങ്കർ വന്ന് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി. ഒരു വാക്ക് പറയായിരുന്നില്ലടാ. ഞങ്ങൾ എന്തേലും ചെയ്യില്ലായിരുന്നു. ദേഷ്യവും വെറുപ്പും തോന്നി നിന്നോട്. ഛേ. ശങ്കർ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. ഇച്ചു ബദ്രിക്കടുത്തേക്ക് ചെന്നു. നീ എന്നോട് എന്തേലും പറയടാ പ്ലീസ്. ഒന്ന് ദേഷ്യപ്പെട്, തല്ലുവെങ്കിലും ചെയ്യ്. ബാക്കി പറയും മുന്നേ ബദ്രിയുടെ കൈകൾ അവൻ്റെ കവിളിൽ ശക്തിയിൽ പതിഞ്ഞു. ദേഷ്യം മാറാതെ മറു കവിളിലും അടിച്ചു.